ഗെയിം കളിക്കാം, പക്ഷേ അത് ചെറ്റത്തരം ആയി പോകരുത് അക്ബറെ. പണിപ്പുര ടാസ്കിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തുതരാം. ആദ്യം തന്നെ നമ്മുടെ അനു പ്രവീണും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അനു സാബു അനെ എന്നെല്ലാവരും തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്, അവനത് അവസാനം ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പ്രവീൺ, ഞാനിത് ഓൾറെഡി സാബുവിനോട് പറഞ്ഞതാണ്, ഒരു പക്ഷേ ഇത് അവൻ്റെ ഗെയിം പ്ലാൻ ആയിക്കൂടെ എന്ന് പറയുന്നു. അപ്പോൾ അനു, 10 ദിവസം കഴിയുമ്പോൾ അറിയാം അവൻ്റെ റിയൽ ഫേസ് എന്താണെന്ന്. അപ്പോൾ പ്രവീൺ, അടുത്ത ആഴ്ച എല്ലാവരും നോമിനേറ്റ് ആകും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും എന്ന് പറയുന്നു. അതിനുശേഷം കിച്ചണിനകത്ത് ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ടീമിനെ ബാത്റൂം ടീമായിട്ടും അതുപോലെ തന്നെ ബാത്റൂം ടീമിനെ നമ്മുടെ കിച്ചൺ ടീമായിട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കാണ് ഇവിടെ അനു സംസാരിക്കുന്നത്. അനു, അന്നേരം അവിടെ ലക്ഷ്മി അവളുടെ ഇഷ്ടത്തിന് സാമ്പാറിനകത്ത് വെള്ളം മൊത്തം വാരിയിട്ടിട്ട് അവസാനം കുറേ വെട്ടി അരിഞ്ഞിട്ട് കയറ്റിയൊക്കെ ഇട്ടു. അത് തെറ്റാണ്. അപ്പോൾ പ്രവീൺ, അന്നേരം നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ അനു, ഓൾറെഡി ഇവിടെയുള്ള ആളുകളുടെ മൊത്തം എനിക്കെതിരാണ്, എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്തത് പോകേണ്ടത് എന്ന് എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഇനി വൈൽഡ് കൂടി വാങ്ങിച്ചു കൂട്ടാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇത്ര നേരമായിട്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയാണ്. ഇവിടെ ഉള്ളവർ എല്ലാവരും 2, 3, 4 വട്ടമൊക്കെ വേണമെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അത് ആരും തിരക്കിയിട്ടുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ കാണിക്കുന്നത് എവിടെയാണ്, നമ്മുടെ നെവിൻ, ജിഷിൻ, ലക്ഷ്മി, ഇവർ 3 പേരും നിന്ന് സംസാരിക്കുകയാണ്. ജിഷിനോട് നമ്മുടെ ക്യാപ്റ്റനായ നെവിൻ പറയുകയാണ് ചെയ്യുന്നത്, ഇവിടെ ആജ്ഞാപിക്കേണ്ട കേട്ടല്ലോ, ലക്ഷ്മിയൊക്കെ എവിടെയുണ്ട്, നിങ്ങളാണല്ലോ ക്യാപ്റ്റൻ, അപ്പോൾ അതായത് ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങളാണുള്ള ക്യാപ്റ്റൻ എന്ന് പറയുന്നു. കിച്ചൺ ക്യാപ്റ്റനായ ലക്ഷ്മി നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്, അപ്പോൾ ആജ്ഞാപിക്കരുത് എന്ന് പറയുന്നു, കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി പിന്നീട് ലക്ഷ്മിയോടാണ് സംസാരിക്കുന്നത് നെവിൻ. ആജ്ഞാപിച്ച ലക്ഷ്മി എന്നോട് പറയണം കേട്ടോ എന്ന് പറയുന്നു. ഇതേ സമയം അനു വീണ്ടും സംസാരിക്കുകയാണ്. അതിൻ്റെ പേരിൽ വഴക്കുണ്ടായാൽ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വം തന്നെയാണ് ഞാൻ പറഞ്ഞത്. കണ്ടമാനം സാധനങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കാനുള്ള തുര കൂടുന്നത് എന്ന് പറയുന്നു. ഇവരിങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം ഞായറാഴ്ച വരെ എത്തണം എന്നാണ് പറയുന്നത്. പിന്നെ അതിനൊപ്പം നെവിനും കൂടിച്ചേരുകയാണ്. അവൻ നല്ലതാണോ ചീത്തയാണോ എന്ന കാര്യം എനിക്ക് നല്ലതുപോലെ അറിയാം, എനിക്ക് അവനോടുള്ള സ്നേഹം പോയി. ഇതേ സമയം കിച്ചൺ ഏരിയയാണ് കാണിക്കുന്നത്. കിച്ചൺ ഏരിയയിൽ നമ്മുടെ ഒനേലും അനീഷുമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒനേൽ, നേരത്തെ മോർണിംഗ് ടാസ്ക് നടന്ന സമയത്ത് എന്നെ പറഞ്ഞതെന്താ, ഞാൻ പറയുന്ന ഈ സാബുമാനെ സപ്പോർട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ സാബുമാൻ്റെ പിയറായി എന്ന് പറഞ്ഞു. അത് പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് ഈ ലോകത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ്, നിനക്ക് എന്ത് നിലപാടാണ് ആണടാ ഉള്ളത്? 7 നിലപാടോ? 1, 2, 3, 4, 5, 6, 7 ഇതാണോടാ നിൻ്റെ നിലപാട്? ജിസേലും ആര്യനെ ചെന്ന് സപ്പോർട്ട് ചെയ്യുന്നു. പാത്രം വരെ കഴുകി കൊടുക്കുന്നത് ജിസേലാണ് ആര്യന് എന്നാണ് പറയുന്നത്. ഇതേ സമയം നമ്മുടെ ആദിലും നൂറും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അവർ ചെറുതായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതൊന്നും വ്യക്തമല്ല. അപ്പോൾ നൂറ പറയുകയാണ്, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ നീ വീക്കാണെന്നാണ്, ഞാൻ സ്ട്രോങ് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാനാണ് സ്ട്രോങ്, നീ വീക്കാണെന്ന് എനിക്കറിയാം ബേബി എന്ന് പറയുന്നു. നീ നിൻ്റെ റിയലായി നിന്നോ, നീ റിയലായി നിന്നോ, എനിക്ക് എൻ്റെ ഗെയിം കളിക്കാനേ പറ്റത്തുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല, എല്ലാവരുടെയും കൂടെ പറ്റിക്കൂടി നിൽക്കുന്നത് എന്തിനാണ്, ഗെയിം കളിക്കാൻ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ആദിലും നൂറയോടും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ സീറ്റ് മാറിയിരുന്നല്ലോ, അപ്പോൾ സീറ്റ് മാറിയിരുന്നത് നിങ്ങൾ എന്നോട് മാപ്പ് പറയണം, എനിക്ക് ഭയങ്കര ഹേർട്ടായി അത്.
മുന്നേ ചോദിച്ചതാണെങ്കിൽ ഞാൻ തരുമായിരുന്നു. പക്ഷേ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം എന്നോട് ചോദിച്ചത് ഇതിന് പിന്നിൽ എന്തോ കളിയുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷമാണ് നമ്മുടെ പണിപ്പുര ടാസ്ക് വരുന്നത്. ഇവിടെയാണ് അടി പൊട്ടുന്നത്. പണിപ്പുര ടാസ്ക് വരുന്നു. 5 പേർക്ക് പണിപ്പുരയിൽ കയറാമെന്ന് പറയുന്നു. പക്ഷേ ഇവർ കയറിയാൽ 10 സെക്കൻഡ് മാത്രമാണ് ഇവർക്ക് സമയം കിട്ടുക എന്നും പറയുന്നു. തിരിച്ചിറങ്ങുമ്പോഴേക്കും എല്ലാവരും ബസറിന് മുന്നേ ആരും തന്നെ ഇറങ്ങുന്നില്ല. അതായത് ബസറിന് മുന്നേ ആരും തന്നെ ഇറങ്ങുന്നില്ല. പക്ഷേ ബസർ ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജിഷിൻ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് തട്ടിയിട്ട് പിന്നെ അങ്ങനെ പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇറങ്ങുന്നതും സെയിം ടൈം തന്നെയാണ്. അത് ബസർ അടിക്കുന്ന അവിടെ ജിഷിൻ ഇറങ്ങുന്നതും സെയിം ടൈം തന്നെയാണ്. അത് വ്യക്തമായിട്ട് ലൈവിനകത്ത് കാണിക്കുന്നുണ്ട്. ലൈവ് കണ്ടവർക്കറിയാം, അതിനകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ജിഷിൻ ബസർ അടിക്കുന്നതും ജിഷിൻ ഇറങ്ങുന്നതും ഒപ്പാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഓരോ തവണയും പണിപ്പുര കയറി ഇറങ്ങുമ്പോഴും അതിനകത്ത് പണി ഉണ്ടെങ്കിൽ അതായത് വീട്ടുകാർക്കാണ് പണി കിട്ടുക. അതായത് അതിനകത്ത് പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീട്ടുകാർക്കാണ് പണി കിട്ടുക. അപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ നമ്മുടെ ബസറിന് മുന്നേ പുറത്തിറങ്ങിയിട്ട് ആരുമില്ല എന്നാണ് പറഞ്ഞത്. അതിന് പേരിലാണ് പിന്നീട് വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് ചെറിയൊരു വഴക്കാണ്. അത് പിന്നീട് വലിയ വലിയ വിവാദങ്ങളിലേക്ക് ആക്കിക്കൊണ്ടുപോകുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ടൊന്ന് നിസ്സാരമായിട്ട് പറഞ്ഞ് തീർക്കേണ്ട വഴക്കായിരുന്നു. അതിൻ്റെ പേരിൽ പിന്നെ വഴക്ക് നടക്കുന്നു. സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെറുക്കിയിടുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നു ബസറിന് മുന്നേ പുറത്തിറങ്ങിയില്ലേ സാധനങ്ങൾ. അതായത് ബിഗ് ബോസ് പറയുന്നു, പോകുന്ന സമയത്ത് തന്നെ പറയുന്നത്, നിങ്ങൾ ബസറിന് മുന്നേ പുറത്തിറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ പോകുമെന്ന് പറയുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് പെറുക്കി ഇടുക എന്നല്ല, പെറുക്കി എറിയുകയാണ് ചെയ്യുന്നത്. ജിഷിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കുറേ ഇരിക്കുന്നുണ്ട്. ജിഷിൻ്റെ കയ്യിലാണ് കൂടുതൽ സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ജിഷിൻ മാത്രമാണ് കറക്റ്റായിട്ട് ബസർ തട്ടുന്നതും ജിഷിനാണ് വരുന്നത്. ബാക്കി ആരും എത്തുന്നില്ല, ജിഷിൻ മാത്രമാണ് അവിടെ എത്തുന്നത്. അപ്പോൾ ജിഷിൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ അതല്ല ഇവിടെ വിഷയം. അക്ബർ ചെയ്താണ് ശരിക്കും തെറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ജിഷിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പെറുക്കിയിടുകയാണ് ചെയ്യുന്നത്. ജിഷിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പെറുക്കിയിടാൻ അക്ബർ ആരാണ്? അക്ബറിന് ആരാണ് ഇങ്ങനത്തെ ഒരു ധൈര്യം കൊടുത്തത്? ആരവിടെ അധികാരം കൊടുത്തിട്ടില്ലല്ലോ അക്ബറിന്? അക്ബർ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്? അക്ബർ വല്ലാതെ കളിക്കുന്നുണ്ട്, വല്ലാതെ കൂടിപ്പോകുന്നു. അക്ബറിൻ്റെ കളി വല്ലാതെ കൂടിപ്പോകുന്നുണ്ട്. ഇനി ഇതാര് PR ആയിട്ട് വന്നാലും വേണ്ടില്ല, അക്ബറിൻ്റെ കളി വല്ലാതെ കൂടിപ്പോകുന്നുണ്ട് പറഞ്ഞാൽ വല്ലാതെ കൂടിപ്പോകുന്നുണ്ട്. അത് ഞാൻ പറയുക തന്നെ ചെയ്യും. കാരണം അക്ബർ അത്ര ചെറ്റത്തരം വേണമെങ്കിൽ നാളം കെട്ട കളി അക്ബർ കളിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഇറിറ്റേറ്റ് ആക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് അതിനകത്ത് ഇല്ല. അക്ബർ നല്ല ഗെയിമറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമറാണ്. പക്ഷേ അക്ബർ ഈ കാട്ടുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് നെഗറ്റീവാണ് അക്ബറിന് കാണിക്കുന്നത്. അക്ബറിന് ഒരുപാട് വാണിംഗ് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് അക്ബർ പഠിക്കുന്നില്ല. അതായത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അക്ബർ എങ്ങനെയാണോ തുടങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് പറയാതെ വയ്യ മക്കളെ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ആര് PR ആയിട്ട് വന്നാലും വേണ്ടില്ല, എനിക്കിത് പറയാതെ വയ്യ. അതായത് ജിഷിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുന്നു. അപ്പോൾ ജിഷിൻ പറയുന്നു, ജിഷിൻ അപ്പം തന്നെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ജിഷിൻ പറയുന്നു പൊട്ടുന്നതും പൊട്ടാത്തതും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ജിഷിൻ പറയുന്നുണ്ട് പൊട്ടുന്നതും പൊട്ടാത്തതൊക്കെ അതായിക്കോട്ടെ, ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അതായത് അക്ബർ വലിച്ചെറിയാൻ അക്ബറിന് എന്താണ് ഇവിടെ യോഗ്യത എന്താണ് ഈ അക്ബറിന് ഇവിടെ ഉള്ളത്? എന്ത് യോഗ്യതയാണുള്ളത്? അക്ബർ ഇതിനകത്ത് വന്നത് കണ്ടസ്റ്റൻസ് എന്ന രീതിയിലാണ്, അല്ലാതെ ഒരാളുടെ മേത്ത് ടച്ച് ചെയ്യാനോ അതായത് ഒരാളുടെ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയാനോ അക്ബറിന് ഒരു റൈറ്റ്സും ഇല്ല. അക്ബർ ക്യാപ്റ്റനല്ല, ഒന്നാമത്തത് അക്ബറിന് അതിനുള്ള റൈറ്റ്സും ഇല്ല. അത് ഞാൻ എടുത്തു പറയാൻ തന്നെ ചെയ്യാം. അക്ബറിന് ഇവിടെ ഒരു സാധനങ്ങൾ എടുത്ത് എറിയേണ്ട ഒരു കാര്യമില്ല. അക്ബറിന് അതായത് അതിനുള്ള അധികാരം ക്യാപ്റ്റൻ ഇവിടെ കൊടുത്തിട്ടില്ല. അതായത് അക്ബർ എന്താ വിചാരിച്ചിരിക്കുന്നത്? അക്ബർ എന്താ കൊമ്പത്തെ വലിയ ആളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയും, അവൻ തന്നെ പറയും. കാരണം അക്ബർ എന്ന് എത്ര ദിവസം ഞാൻ പറഞ്ഞത്, ഇപ്പം ഇനി അവൻ തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ചെറ്റത്തരായ ഗെയിമാണ് അക്ബർ ഇവിടെ കളിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ബസറിന് ശേഷം പുറത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ജിഷിൻ്റെ കയ്യിൽ 1 2 3 4 സാധനങ്ങളൊന്നും അല്ല ജിഷിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ജിഷിൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പിന്നെ വീണ്ടും എറിയുകയാണ്. 2 3 സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അക്ബർ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, വലിച്ചെറിയുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് വലിച്ചെറിയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ്, ക്യാപ്റ്റൻ ബസറിന് മുമ്പേ ഇവിടെ പുറത്ത് വന്നത് ആരാണ്?
അപ്പോൾ നെവിനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ നെവിനാണല്ലോ ക്യാപ്റ്റൻ. അപ്പോൾ നെവിൻ പറയുന്നു ബസർ എൻഡ് വരെ ആകുന്നതിന് മുമ്പ് പലരും, അതായത് എൻഡ് ആകുന്നത് വരെ മുമ്പ് നമ്മൾ ഇതുപോലെ പലരും മുമ്പും ഇതുപോലെ ടാസ്ക് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ നെവിൻ. അപ്പോൾ അക്ബർ പറയാണ് ഡാ പോടാ നിൻ്റെ കാര്യം നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ നിൻ്റെ പാട് നോക്കിപ്പോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബിഗ് ബോസിനോട് നെവിൻ ബിഗ് ബോസേ നിങ്ങൾ തന്നെ പറ, എനിക്കറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ജിസേൽ പറയാണ് എടാ നിന്നോട് പറയാനാ പറഞ്ഞില്ലേ അത് നിന്നോട് പറയാൻ പറഞ്ഞത് എന്തിനാ? അതായത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്, ബിഗ് ബോസ് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നീ പറ, ഇത് നീ പറഞ്ഞില്ലേ നമുക്ക് പണി കിട്ടും എന്ന് പറയുന്നു. ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമെന്ന് ആര് പറയുന്നു? ജിസൈൽ നമ്മുടെ നെവിനോട് പറയുന്നു. അപ്പോൾ നെവിൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ബിഗ് ബോസ് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ജിഷി ഞാൻ തരില്ല, എൻ്റെ സാധനം ഞാൻ തരില്ല. ഒന്നാമത്തെ കാര്യം, അക്ബർ എന്തിനാണ് എൻ്റെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞത്? ഇവൻ ആരാണ് അധികാരം കൊടുത്തത് നമ്മുടെ സാധനങ്ങളൊക്കെ അകത്തോട്ട് എറിയാൻ? അതിനകത്ത് പൊട്ടുന്നതോ പൊട്ടാത്തതോ എന്ത് സാധനങ്ങളായിക്കോട്ടെ അത് അവരുടെ പ്രോപ്പർട്ടിയാണ്. എന്തിനാണ് അക്ബർ അതിനകത്ത് വലിഞ്ഞ് കയറിയിട്ട് എന്തിനാണ് ആ സാധനങ്ങളൊക്കെ വലിച്ചെറിയാൻ പോയത്? അതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ അക്ബറിൻ്റെ PR ആണെങ്കിൽ എനിക്ക് ഉത്തരം തന്നേ പറ്റത്തുള്ളൂ. കമൻറ്റ് ബോക്സിൽ ആരുടെ ഉത്തരമാണ് എനിക്ക് വേണം, അത് കമൻറ്റ് ബോക്സിൽ കണ്ടേ പറ്റൂ. കാരണം അക്ബറിന് ഇവിടെ ഒരു റൈറ്റ്സും ഇല്ല. കാരണം ജിഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അതെറിയേണ്ട ഒരു കാര്യം ഇവിടെ അക്ബറിനില്ല. ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയും, അക്ബറിനില്ല. അക്ബറിന് അങ്ങനെ ഒരു അധികാരം ആരും കൊടുത്തിട്ടില്ല, ബിഗ് ബോസോ കൊടുത്തിട്ടില്ല, ക്യാപ്റ്റനോ കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മുടെ അതായത് അപ്പോൾ പിന്നീട് ജിഷിന് നല്ലപോലെ പൊട്ടിയിട്ടിരിക്കുകയാണ്. നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം എറിയൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എടുത്തു വെക്കുകയാണെങ്കിൽ അതിനകത്ത് കൊണ്ടുപോയി വെക്കി. ജിഷിനെ നീ അറിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, പോട്ടെ. കാരണം ഇതെന്താണ് ചെയ്യുന്നത്? ഇത് പകരം എന്താണ് അക്ബർ ഇവിടെ ചെയ്തത്? സാധനങ്ങൾ എടുക്കുന്നു, അവൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇതാണ് പിടിക്കാത്തത്. ഇവൻ ആരാണ് അധികാരം കൊടുത്തതെന്ന് നമ്മുടെ ജിഷ്ണി പറയുന്നു. നമ്മുടെ സാധനങ്ങളൊക്കെ വലിച്ച് അകത്തോട്ട് എറിയാൻ ബിഗ് ബോസിനോട് പറയുകയാണ് ഞാൻ ബസറിന് മുൻപേ ഇറങ്ങി വന്നു എന്ന് പറയുന്നു. അത് എനിക്ക് ഉറപ്പാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ ജിഷ്ണി പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയട്ടെ എന്ന് പറയുന്നു. ഇവിടെ ഇവൻ്റെ അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ ഈ സാധനങ്ങൾ എന്ന് ചോദിക്കുന്നു. ജിഷിൻ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ജിഷിന് അപ്പം തന്നെ ദേഷ്യം വന്നിരിക്കുന്നു. കാരണം ജിഷിൻ്റെ സാധനങ്ങളാണ് എടുത്ത് വലിച്ചെറിയുന്നത്. അപ്പോൾ അക്ബർ പറയാണ് ഇത് ഒരു കാരണവശാലും വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല നെവിനെ. നീ അന്നേരം പറഞ്ഞത് നമ്മൾ പല തവണയും അന്നേരം പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പം നെവിൻ നമ്മൾ പല തവണയും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ. അപ്പോൾ അക്ബർ അന്നേരം അങ്ങനെ പറഞ്ഞു, പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗെയിമാണ്. ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങൾ കൊണ്ടുവന്നാൽ നമുക്ക് പണി കിട്ടും എന്ന് അക്ബർ പറയുന്നു. അപ്പോൾ ജിഷിൻ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വരുന്നു. അപ്പോഴും അക്ബറിൻ്റെ വാശിന്ന് വിടണില്ല. അക്ബർ അപ്പോഴും എടുത്ത് എറിയാണ് സാധനങ്ങൾ ഓരോന്ന് അവിടെ പിടിച്ച് വലിക്കണം. അക്ബറിൻ്റെ തള്ളങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജിഷിൻ. തള്ളും പിടിച്ച് മറിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ജിഷിൻ ആകെ പൊട്ടി നിൽക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ ജിഷിൻ പറയാണ് നീ ആരടാ, നിൻ്റെ അച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളല്ല ഇത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രവീൺ നിനക്ക് വലിച്ചെറിയാനുള്ള റൈറ്റ്സ് നിനക്കില്ല അക്ബറെ. അതന്നെയാണ് പറഞ്ഞത്, അക്ബറിന് വലിച്ചെറിയാനുള്ള റൈറ്റ്സ് ഇവിടെ ഇല്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്നു. ബിഗ് ബോസ് എല്ലാവരും ഇതൊക്കെ കേട്ടിട്ട് ബിഗ് ബോസിനൊക്കെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ക്യാപ്റ്റൻ എന്താണിത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നെവിൻ ബിഗ് ബോസ് ബസർ അടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ എല്ലാവരും പുറത്തു വന്നത്. അപ്പോൾ ബിഗ് ബോസ് പിന്നെ എങ്ങനെ ജിഷിൻ്റെ തുണികളെല്ലാം അകത്തു വന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജിഷിൻ പറയാണ് ബിഗ് ബോസ് ഞാൻ ചെയ്തത് കറക്റ്റാണ്, എനിക്ക് പരാതിയുണ്ട് ബിഗ് ബോസ്. എൻ്റെ തുണി ഇവൻ വലിച്ചെറിഞ്ഞു, ഇവന് ആരാ അതിനുള്ള അധികാരം കൊടുത്തത് എന്ന് ചോദിക്കുന്നു. പൊട്ടുന്നതും പൊട്ടാത്തതും എന്തോ ആയിക്കോട്ടെ, സാധനങ്ങൾ അതിനകത്ത് അതായത് അതിനകത്തുണ്ട്
അതായത് പൊട്ടുന്ന പൊട്ടാത്ത സാധനങ്ങൾ അതിനകത്തുണ്ട്. ഇവൻ ആരാണ് വലിച്ചെറിയാൻ അധികാരം കൊടുത്തത്? ഇവിടെ ഉണ്ടായി വരുന്നവർ വെറും തോൽവിയാണ്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തോൽവികളായിരുന്നു. അതായത് ഇവിടെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് 29 ദിവസം എല്ലാവരും തോൽവികളായിരുന്നു എന്ന് ആര് പറയുന്നു? നമ്മുടെ ജുഷി പറയുന്നു. വൈൽഡ് കാർഡ്സ്, അതായത് പിന്നെ വൈൽഡ് കാർഡ്സിനോട് പറയുന്നത് അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കാതെ വൈൽഡ് കാർഡ്സ് എന്തെങ്കിലും പറ എന്ന് പറയുന്നു. അപ്പോൾ മസ്താനി പ്രവീണും കൂടി ചാടി എഴുന്നേൽക്കുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പറയാൻ റിയാക്ട് ചെയ്യാനായിരിക്കും കേട്ടോ. ഞാൻ പറയാം. പ്രവീണും മസ്താനിയും കൂടി ചാടി എഴുന്നേൽക്കുന്നു. പ്രവീൺ പറയുന്നു, എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ബസറിന് ശേഷമാണ് പുറത്ത് വന്നത്, അതുകൊണ്ട് എനിക്ക് റൈറ്റ്സ് ഇല്ല പറയാൻ എന്ന് പറയുന്നു. അപ്പോൾ മസ്താനി, ഞാനിത് കണ്ടിട്ട് പോലുമില്ല, ഇത് ഞാൻ കൂടെയില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഏറ്റവും പുറകിലായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ഔട്ടായി പോയി, ഞാൻ എന്ത് പറയാനാണ് എന്ന് പറയുന്നു. അപ്പം ബിഗ് ബോസ് ഇതൊരു നടപടി ആവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ബിഗ് ബോസ് എല്ലാവരും പിരിഞ്ഞു പോകുമെന്ന് പറയുന്നു. ഇത്രയാണ് ഇപ്പം ലൈവിനകത്ത് നടന്നത്. ഈ 6 മണി വരെയുള്ള ലൈവിനകത്ത് നടന്ന സംഭവം ഇതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും കാണണം. എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, അതായത് അക്ബർ ചെയ്തത് ശരിയാണോ തെറ്റാണോ ഉള്ള കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് ശ്രമിക്കണം. വീഡിയോ എത്ര ലെങ്ത് ആയിക്കോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. നിങ്ങളെന്തായാലും അറിയിക്കണം. കാരണം ഇതൊരു വിഷയമാകേണ്ട ഒരു കേസാണ്. ഇതെന്തായാലും ലാലേട്ടൻ വരുമ്പോൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. അത് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. എന്തായാലും നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് സി യു.